എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് 12th ഫെയിൽ എന്നുള്ള മൂവിയിൽ നിന്ന് ഇൻസ്പയർഡ് ആണ്. ഈ ഒരു മൂവി ആസ്പദമാക്കിയിട്ടല്ല ഇന്ന് ഞാൻ കണ്ടന്റ് എടുത്തിരിക്കുന്നത്. ആ മൂവിയുടെ ഒറിജിനൽ ആയിട്ടുള്ള പുസ്തകം ഇതാണ്. ആ പുസ്തകം 12th ഫെയിൽ, അനുരാഗ് പതക് എഴുതിയ 12th ഫെയിൽ എന്ന പുസ്തകം ആസ്പദമാക്കിയിട്ടാണ് ഇന്ന് നമ്മുടെ കണ്ടന്റ്. ഇതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും അവസാന ചാൻസ് ഉള്ള കുട്ടികൾക്കായിട്ട് എങ്ങനെയാണ് LDC അല്ലെങ്കിൽ LGS എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു കണ്ടന്റ് എടുക്കുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് ഞാൻ പറയാം, ഞാൻ നിങ്ങൾ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ഒരാളല്ല. കാരണം എനിക്ക് 36 വയസ്സ് ആയിട്ടില്ല. ഞാൻ ലാസ്റ്റ് ചാൻസിൽ LD എഴുതി ക്ലിയർ ചെയ്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ പറയുന്നത് നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുത്താൽ മതി. നിങ്ങൾക്ക് ഏറ്റവും ഉചിതമാണ് എന്ന് തോന്നുന്ന മെത്തേഡ്സ് മാത്രം നിങ്ങൾ സ്വീകരിക്കുക. ഇതുപോലെ തന്നെ യൂട്യൂബിൽ ഒരുപാട് പേര് ഇങ്ങനെ നിങ്ങൾക്ക് ഉപദേശങ്ങൾ തരുന്നത് കൃത്യമായിട്ട് അവർ ആ സ്റ്റേജിൽ കൂടെ കടന്നു പോകാതെയാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ സെലക്റ്റീവായിട്ട് എടുക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ അത് ഉപകാരത്തിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഉപദ്രവമായിട്ട് ഭവിക്കാനാണ് സാധ്യത. അപ്പോൾ അത് കൂടാതെ തന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇന്നലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പരീക്ഷയുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ആ ലിസ്റ്റിൽ നമ്മുടെ മിസ് വിഷ്ണുപ്രിയ മിസ്സിന് 27ാമത്തെ റാങ്ക് ഉണ്ട്. മിസ്സിൻ്റെ വീഡിയോസ് നമുക്ക് ഈ ചാനലിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹായ്, ദിസ് ഇസ് വിഷ്ണു. വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി. ഇനി ഗൈഡല്ല, ഗൈഡൻസ് ആണ് വേണ്ടത്. ഞാൻ വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് 12th ഫെയിൽ എന്നുള്ള സിനിമ കണ്ടത്. അപ്പോൾ ആ സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഒരു നല്ലൊരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ് ആ സിനിമ. അപ്പോൾ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഫസ്റ്റ് തോന്നിയത് അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ബുക്ക് വായിക്കണം എന്നുള്ളതാണ്. കാരണം ഒരു സിനിമയിൽ അതിൻ്റെ നരേഷന് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പക്ഷെ ഒരു പുസ്തകത്തിൽ അത് വളരെ ഡീറ്റെയിൽഡ് ആയിരിക്കും. നമ്മളൊരു PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നമുക്ക് ആ ബുക്ക് വളരെയധികം ഉപകരിക്കുമെന്ന് എനിക്ക് തോന്നി. ഞാൻ ആ ബുക്ക് പർച്ചേസ് ചെയ്തു, ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഈ ഒരു ബുക്കിൽ നിന്ന് നമുക്ക് കുറച്ച് ലെസൺസ്, ഒരു 5 പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം മനോജ് കുമാർ ശർമ്മ എന്ന IPS ഉദ്യോഗസ്ഥൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഒരു കഥ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറ്റിയ മിസ്റ്റേക്കുകളും കാര്യങ്ങളും എല്ലാം ഈ ബുക്കിൽ വളരെ ക്ലിയർ ആയിട്ട് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് നമ്മുടെ ഏറ്റവും അവസാന ചാൻസിൽ LD എഴുതാനും LGS എഴുതാനും പോകുന്ന കുട്ടികൾക്കായിട്ട് ഉപകരിക്കുന്ന രീതിയിലാണ് ഈ ഒരു കണ്ടന്റ് ഞാൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പഠനം സിലബസ് ഓറിയന്റഡ് ആക്കുക എന്നുള്ളതാണ്. സിലബസ് ഓറിയന്റഡ് അല്ല പഠനമെങ്കിൽ നമ്മൾ വായിക്കുന്ന കാര്യങ്ങളും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ വഴിതെറ്റി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ എന്ത് കാര്യം വായിക്കുമ്പോഴും അത് സിലബസിൽ നിന്ന് ഉള്ള രീതിയിൽ നമ്മൾ വായിക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ സിലബസിൽ വളരെ പഴയ ഏൻഷ്യൻ്റ് ഇന്ത്യ, ഏൻഷ്യൻ്റ് വേൾഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നോക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ SCRTയിലും ഒക്കെ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഉണ്ട് താനും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ നമ്മുടെ പഠനം ഒന്ന് വഴിതെറ്റിപ്പോകും. കാരണം നമുക്ക് ഉപകാരമില്ലാത്ത കാര്യങ്ങൾ വായിച്ചിരുന്ന് സമയം കളയും എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ചാൻസ് ആണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ഫലപ്രദമായിട്ട് നമ്മളെ സമയത്തിനെ ഉപകാരപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ നമ്മുടെ സിലബസ് വളരെയധികം ഉപയോഗിക്കുക. നമ്മുടെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, മനോജ് കുമാർ ശർമ്മ സ്വന്തം സിലബസ്, ആ സിലബസ് പ്രിൻ്റ് എടുത്ത് വെച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് പഠിക്കാനുള്ളത് എന്ന് നോക്കി അടയാളപ്പെടുത്തി പഠിക്കാറുണ്ടായിരുന്നു എന്ന് ഇതിനകത്ത് നമുക്ക് കാണാം. രണ്ടാമതായിട്ട് പ്രധാനം കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കോർ ടോപ്പിക്കുകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യമാണ്. കോർ ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഏറ്റവും അധികം മാർക്ക് സ്കോർ ചെയ്യാൻ തരുന്ന സബ്ജക്റ്റുകൾ. അപ്പോൾ അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ നമുക്ക് നമ്മുടെ LDCയുടെയും LGSയുടെ സിലബസുകളിലുണ്ട്. ഇപ്പോൾ LDCയുടെ സിലബസ് ആണെങ്കിൽ കോർ ടോപ്പിക് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. ഞാൻ ഇതിൻ്റെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ ആ വീഡിയോ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഏകദേശം മനസ്സിലാകും. അപ്പോൾ ഈ കോർ ടോപ്പിക്കുകൾ നമ്മുടെ കയ്യിൽ നിന്ന് മാർക്ക് പോകാതെ ആ രീതിയിൽ അത്രയും തരമായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഒരു 4-5 മാസമാണ് ഇനി പരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ ആ മാസങ്ങൾ വളരെ നന്നായിട്ട് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല ഒരു മാർക്ക് അതിനകത്ത് നിന്ന് സ്കോർ ചെയ്യാനായിട്ട് കിട്ടും. അത് നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ എക്സാം ഹാൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. നമ്മൾ പലരും എക്സാം ഹാൾ പ്രിപ്പയർ ചെയ്യാതെയാണ് നമ്മൾ LDC എക്സാമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏത് എക്സാം ആയാലും എഴുതാൻ പോകുന്നത്. കുറേ നമ്മൾ വായിക്കും,
ചിലപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് അവിടെ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും LDCക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ LGSന് വേണ്ടിയിട്ടോ ആ എക്സാം ഹാള് നമ്മളൊന്ന് മുൻകൂട്ടി തയ്യാറെടുക്കണം. ഇപ്പോൾ ഈ ഒരു പുസ്തകത്തിൽ മനോജ് കുമാർ ശർമ്മയ്ക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ഹാളിൽ ഇരുന്ന് ആ ഒരു ആവേശത്തിൽ ചാടി ഉത്തരം എഴുതാൻ നോക്കി. ടൂറിസം എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചതിന് പകരം അദ്ദേഹം എഴുതിയത് ടെററിസത്തിനെ കുറിച്ചിട്ടാണ് അയാൾ എസ് എഴുതിയത്. അപ്പോൾ അങ്ങനെ ആ ഒരു മിസ്റ്റേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു വർഷം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അതുപോലെ തന്നെയുള്ള പല മിസ്റ്റേക്കുകളും നമുക്ക് നമ്മുടെ എക്സാം ഹാളുകളിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ എക്സാം ഹാൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏത് വിധത്തിലുള്ള സാഹചര്യം ആയിരിക്കും അന്നത്തെ ദിവസം നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് ഒന്ന് മുൻകൂട്ടി കണ്ട്, ചിലപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ചൂടായിരിക്കും, ചിലപ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ ഏത് സാഹചര്യത്തിലും ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന മേശ നല്ല മേശയായിരിക്കില്ല, സമയത്തിന് വേണ്ടിയിട്ട് ക്ലോക്ക് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും നമുക്ക് ആ ഒരു എക്സാമിന് നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനൊക്കെ ഒന്ന് മുൻകൂട്ടി തയ്യാറെടുത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വരാം, അല്ലെങ്കിൽ എന്ത് ദുർഘട സാഹചര്യവും നമ്മൾ നേരിടാനായിട്ട് തയ്യാറായി ആ എക്സാം ഹാള് ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ LDC അവസാനമായിട്ട് അല്ലെങ്കിൽ LGSൻ്റെ അവസാനമായിട്ടുള്ള ചാൻസിലുള്ളവർ ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത്, അതാണ് 4ാമത്തെ പോയിന്റ്. നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. എത്ര ക്വസ്റ്റ്യൻ പേപ്പർ പാടായിക്കോട്ടെ, ഇത് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ എഴുതിയിരിക്കുന്നതെന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണം. അതല്ലാതെ നിങ്ങൾ ഭയങ്കര പാടുള്ളൊരു എക്സാമിന് നിങ്ങൾ 100 എണ്ണം കറപ്പിക്കും, അല്ലെങ്കിൽ എനിക്കെല്ലാം കിട്ടണം എന്നുള്ള ധാരണയിൽ നിങ്ങൾ പോയി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ അവിടെ മാർക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവുകയല്ലാതെ അതുകൊണ്ട് യാതൊരു ഉപകാരവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കണം. പിന്നെ നിങ്ങളുടെ കൂടെയുള്ളവർ നമ്മുടെ ഒരു കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് തന്നെ വേണം നമ്മൾ കാണാനായിട്ട്. നിങ്ങൾ അതിൽ നിന്ന് വളരെ ആത്മാർത്ഥമായിട്ട് സഹായിക്കുന്ന നിങ്ങളുടെ കൂടെ നടക്കുന്നവർ ഒരു ചില സമയത്ത് നിങ്ങൾക്ക് കൂടെ ഉണ്ടാവില്ല. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് തരില്ല. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം, നിങ്ങൾക്ക് കൂട്ടായിട്ടും നിങ്ങളെ പുഷ് ചെയ്യാനും നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഈ അവസാന ചാൻസിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു അധ്യാപകനും ഒരു കൂട്ടുകാരനും ചിലപ്പോൾ പറ്റില്ല. അതിന് നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് പുഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. എനിക്ക് പറ്റും എന്നിങ്ങനെ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. അതിനനുസരിച്ചിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഡിസൈഡ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഏറ്റവും അവസാനമായിട്ടും ഈ ഒരു പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരു പോയിന്റാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ഒരു പോയിന്റിൽ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പുസ്തകത്തിൽ അവിനാഷ് എന്നുള്ള ഒരു കൂട്ടുകാരൻ മനോജ് കുമാർ ശർമ്മയ്ക്ക് ഉണ്ട്. അപ്പോൾ ഈ മനോജ് കുമാർ ശർമ്മയോട് അവിനാഷ് എന്നുള്ള സുഹൃത്ത് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. നിനക്ക് എപ്പോഴാണോ ഈ എക്സാം നിന്റെ ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഇതായിട്ട് നിനക്ക് തോന്നുന്നത്, ആ സമയത്ത് നിനക്ക് എന്നെ വന്ന് കാണാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ മനോജ് കുമാർ ശർമ്മയുടെ ജീവിതത്തിലുണ്ട്. ഒരു രാത്രി, അർദ്ധരാത്രി മനോജ് കുമാർ ശർമ്മ അവിനാഷ് എന്നുള്ള ആ കൂട്ടുകാരൻ്റെ ഡോറിൽ ചെന്ന് മുട്ടിയിട്ട് പറയുന്നൊരു വാക്കുകളുണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ സമയം ആയി, എൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ്, എന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും സഹായിക്കണം, ഇത് എൻ്റെ ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള സന്ദർഭമായി അല്ലെങ്കിൽ ഒരു എക്സാം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൈകൂപ്പി നിൽക്കുകയാണ്. അപ്പോൾ ആ കൂട്ടുകാരൻ, അവിനാഷ് എന്നുള്ള ആ കൂട്ടുകാരൻ മനോജ് കുമാർ ശർമ്മയ്ക്ക് ഒരു ഉപദേശം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് തൻ്റെ സമയം കൃത്യമായി ഉപയോഗിക്കാനാണ്. എങ്ങനെയാണ് ആ സമയം കൃത്യമായി ഉപയോഗിക്കേണ്ടത് എന്ന് അവിനാഷ് മനോജ് കുമാർ ശർമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് 2 തരത്തിലുണ്ട്. നമ്മുടെ സിനിമയിൽ ഒരു തരത്തിലാണ് കാണിക്കുന്നത്, പുസ്തകത്തിൽ വേറൊരു തരത്തിലാണ്. നമുക്ക് പുസ്തകത്തിലെ കാര്യമാണ് നമുക്ക് PSC ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ട് ഉള്ള രീതിയിൽ തോന്നുക. അപ്പോൾ ഇതിനകത്ത് അവിനാഷ് എന്നുള്ള കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ ഒരു സ്റ്റോപ്പ് വാച്ച് മനോജ് കുമാർ ശർമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. ആ സ്റ്റോപ്പ് വാച്ച് കൃത്യമായിട്ട് യൂസ് ചെയ്യാനാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ് അതിൻ്റെ പിന്നിലെ കാര്യം എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ ഫോൺ നോക്കും, ചില സമയത്ത് ആരോടെങ്കിലും വർത്താനം പറയും, കൂട്ടുകാരുടെ കമ്പനി സ്റ്റഡി ആണെങ്കിൽ കൂട്ടുകാരോട് സംസാരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഓരോ സമയത്തും നമ്മൾ ആ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്തിരുന്ന സ്റ്റോപ്പ് വാച്ച് നമ്മൾ ഓഫ് ചെയ്യണം. അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ ഓരോ കാര്യത്തിനും പഠനത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന സമയത്ത് നിങ്ങൾ ആ സ്റ്റോപ്പ് വാച്ച് ഓഫ് ചെയ്തിരിക്കണം. അങ്ങനെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എത്ര സമയം നിങ്ങൾ പഠനത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്, പഠിക്കാൻ വേണ്ടി മാത്രം കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സമയം എവിടെയാണ് നഷ്ടപ്പെടുന്നതെന്നും എത്ര സമയം നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാവും. 5 മണിക്കൂറാണ് എങ്കിൽ നിങ്ങൾ ആവറേജ് ആണ്, 6 മണിക്കൂറാണെങ്കിൽ കൊള്ളാമെന്നും 8 മണിക്കൂറാണെങ്കിൽ വെരി ഗുഡ് എന്നുമാണ് അവിനാഷ് മനോജ് കുമാർ ശർമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുപ്രകാരം മനോജ് കുമാർ ശർമ്മ പഠിക്കുകയും അതിനുശേഷം നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ആ സിനിമയിൽ നിന്ന് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏറ്റവും അവസാനമായിട്ടും അതോടൊപ്പം തന്നെ ആദ്യത്തെ ചാൻസിൽ തന്നെ LDC എക്സാം ക്ലിയർ ചെയ്യണം എന്നുള്ള മനസ്സിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഉപകാരപ്പെടുത്താവുന്നതാണ്.
ഞാൻ ഏറ്റവും ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഡിസ്ക്ലെയിമർ ഇപ്പോഴും പറയുകയാണ്. ഞാൻ ഈ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടില്ല. മനോജ് കുമാർ ശർമ്മ കടന്നു പോയിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് ചെറിയൊരു വീഡിയോ ആക്കി പറഞ്ഞു തന്നത്. അപ്പോൾ ഈ ഉപദേശങ്ങൾ നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, ആവശ്യമില്ലാത്തത് തള്ളിക്കളയുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. See you on next class.